ഹായ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? പുറത്ത് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഇന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഇക്ക വന്നപ്പം പോട്ടി കൊണ്ടുവന്നേ. അപ്പം പോട്ടിയും ചപ്പാത്തിയും പ്രിപ്പയർ ചെയ്യാമെന്ന് കരുതി. പിന്നെ പോട്ടി നല്ല ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നല്ല ക്ലീനാക്കി എടുക്കുകയാണ്. ഇതിൻ്റെ ആ അഴുക്ക് മണമൊക്കെ പോകും. നല്ല തിളച്ച വെള്ളം ഒഴിച്ചിടുവാണെങ്കിൽ അങ്ങനെ 5-6 പ്രാവശ്യം നല്ല തിളച്ച വെള്ളത്തിൽ കഴുകി ഇപ്പോൾ കുക്കറിലോട്ട് ഇടുകയാണ്. അതിനിടയിൽ അഫ്നൂന് ഇക്ക ഉടുപ്പുമാർക്ക് കൊടുത്ത് തലവിരിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ കടി വെക്കുകയാണ്. ഇപ്പം കുരുമുളകും ആവശ്യത്തിന് കുരുമുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ ഉപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ട് ആ പോട്ടി മിക്സ് ചെയ്യാണ്. നന്നായി മിക്സ് ചെയ്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് അത് അടുപ്പ് വെച്ച് ഗരം മസാല, മല്ലിപ്പൊടി, ചട്ടി എടുത്ത് വെച്ച് പിന്നെ ആവശ്യത്തിന് എണ്ണ ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ നല്ല തണുപ്പായതുകൊണ്ട് ഇപ്പം കട്ട പിടിച്ചിരിക്കുകയാണ്. സ്പൂണിൽ താഴെ വീഴുന്ന പോലില്ലായിരുന്നു. പിന്നെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതിലേക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം കുഞ്ഞുള്ളി ഇട്ട് കൊടുത്ത് കുഞ്ഞുള്ളി തേങ്ങാക്കൊത്ത് ഇട്ട് അത് നിറം മാറി വന്നപ്പോഴത്തേന് സബോള ഇട്ട് കൊടുത്ത് പിന്നെ വേഗം വഴന്നിട്ട് ഉപ്പ് ചേർത്തു. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുകയാണ്. അങ്ങനെ ഒരുമാതിരി വഴന്ന് വന്നപ്പോൾ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ വെച്ച് കൊടുക്കുക. എല്ലാ മസാലപ്പൊടി ഇട്ട് അങ്ങനെ പൊടിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ പോട്ടി വെന്തത് ഒഴിച്ച് കൊടുക്കുക. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായി മിക്സ് ചെയ്ത് എരിവ് കുറവായതുകൊണ്ട് കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. നന്നായി മിക്സ് ചെയ്തു. ഇടയ്ക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളെ പോട്ടിക്കറി ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിന് കൂടെ കഴിക്കാനായിട്ട് ചപ്പാത്തി ഇട്ടെടുക്കാം.
അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞു. പിന്നെ ഇക്ക ഫസ്റ്റ് കഴിച്ച് നോക്കുകയാണ്. ചപ്പാത്തിയും പൂച്ചയും കഴിച്ച് നോക്കുക എങ്ങനെയുണ്ട്, കൊള്ളാവോന്ന് ചോദിക്കുക. കൊള്ളാമെന്ന് പറഞ്ഞ് പോയിരുന്ന് കഴിക്കാൻ പോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അസ്സലാമു അലൈക്കും.